പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളും വലിയ വിജയം BJP നയിക്കുന്ന NDA മുന്നണിക്ക് നൽകുകയാണ്. 350 മുതൽ 392 വരെ സീറ്റുകൾ ഇതിനോടകം തന്നെ പ്രവചിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട പോൾസ്റ്റേഴ്സ് എല്ലാം BJPക്ക് വലിയ വിജയം ഉണ്ടാകുമെന്ന് പ്രവചിക്കുകയാണ്. ഇത്തവണ 400 സീറ്റുകൾ നേടുമെന്ന അവകാശവാദത്തോടെയാണ് മോദി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയത്. നിലവിൽ എക്സിറ്റ് പോളുകൾ 400-ൽ എത്തിയില്ലെങ്കിലും ദൈനിക് ഭാസ്കർ ഒഴികെ എല്ലാവരും പ്രവചിച്ചു ഇന്ത്യയിൽ താമ്ര വസന്തമെന്ന്. 352 മുതൽ 392 സീറ്റ് വരെയെന്ന് കണക്കുകൾ. കുറവ് സീറ്റുകൾ ദൈനിക് ഭാസ്കർ പ്രവചിച്ചു എന്ന് പറയുമ്പോഴും അവരുടെ കണക്ക് 281 മുതൽ 350 വരെ എന്ന വലിയ മാർജിനാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന് പറയുന്നത് ജൻ കി ബാത്ത് ആണ്. NDAക്ക് 362 മുതൽ 392 വരെ. ഇന്ത്യ മുന്നണി 141 മുതൽ 161 വരെ സീറ്റുകളിൽ ഒതുങ്ങും. ദൈനിക് ഭാസ്കർ മാത്രമാണ് ഇന്ത്യ മുന്നണി 200 കടക്കുമെന്ന് പറയുന്നത്. 145 മുതൽ 201 വരെ. റിപ്പബ്ലിക് TV, PMark NDAക്ക് 359-ഉം റിപ്പബ്ലിക് ഭാരത് മെട്രീസ് 353 മുതൽ 368-ഉം ഇന്ത്യ ന്യൂസ് D ഡൈനാമിക്സ് 371 സീറ്റും പ്രവചിക്കുന്നു. NDA 359 നേടുമെന്നാണ് TV9 തെലുങ്കു വിലയിരുത്തുന്നത്. NDAക്ക് മികച്ച മുന്നേറ്റം തന്നെയാണ് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നത്. 361 മുതൽ 401 വരെ NDAക്കും ഇന്ത്യ മുന്നണിക്ക് 131 മുതൽ 166 വരെ സീറ്റുകളുമാണ് പ്രവചിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിലൂടെ അട്ടിമറികൾ പ്രതീക്ഷിക്കുന്ന ഡൽഹിയിലും പഞ്ചാബിലും മുന്നണിക്ക് അടിപതറുമെന്നാണ് എക്സിറ്റ് പോളുകൾ വിരൽ ചൂണ്ടുന്നത്. മധ്യപ്രദേശിലും താമര പൊയ്കയാണ്. കർണാടകയും കൈവിടുമെന്ന് കണക്കുകൾ. BJP തരംഗത്തെ അതിജീവിച്ച് ഒരു പരിധിവരെ മമത മാത്രം പിടിച്ചു നിൽക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന. തേജസ്വിയിലൂടെ കളം പിടിക്കാമെന്ന് കരുതിയ ബീഹാറിലും അടിപതറുമെന്ന് പറയുന്നു പോളുകൾ. നരേന്ദ്രമോദി 3.0 സുനാമോ സംഭവിക്കുന്നുവെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. ഒരു സുനാമി പോലെ ഇന്ത്യൻ വിവിധ മേഖലകളിലൊക്കെ ഗംഗാ സമതലത്തിലൊക്കെ ആഞ്ഞടിക്കുന്നു നരേന്ദ്രമോദി തരംഗമെന്ന് എക്സിറ്റ് പോളുകൾ വെച്ച് പറയാം. യഥാർത്ഥ പോൾ എന്തായാലും അതിന്റെ റിസൾട്ട് നമ്മൾ 4-ാം തീയതി അറിയാൻ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.